ഇന്ന് രാത്രി നാടൻ കോഴീൻ്റെ ഒരു കറിയും പത്തിരി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു, അതിൽ ഉപ്പിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ പൊടിയിട്ട് പത്തിരിപ്പൊടി കേട്ടോ, പത്തിരിപ്പൊടി ഇട്ട പാടെ അതൊന്ന് അടച്ചു വെക്കും കേട്ടോ. ഇട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. പൊടി ഇളക്കി നല്ലപോലെ ഇളക്കിയിട്ട് വേവിക്കും. ഒരുപാട് നേരമൊന്നും വേവിക്കണ്ട, പൊടി പെട്ടെന്ന് വെന്ത് കിട്ടുമേ. പൊടിയത്തെ വെള്ളമൊക്കെ വറ്റി അത് നല്ലപോലെ വെന്ത് നമ്മളിത് വാങ്ങി. ഞാൻ ഈ ഷീറ്റ് ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. ഈ ഷീറ്റിലിട്ട് കുഴച്ച് പത്തിരി പരത്താനും ഒക്കെ ഈ ഷീറ്റ് അടിപൊളിയാട്ടോ. അത് തട്ടി ആ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണേ. തണുത്താൽ പിന്നെ അത് ഒരു ഇത് കിട്ടൂല, ഒരു പത്തിരിക്ക് മയം കിട്ടൂല. അങ്ങനെ നല്ലപോലെ കുഴച്ച് ഉരുളകളാക്കി ആ ഉരുളകളൊക്കെ പാത്രത്തേക്ക് പെറുക്കിയിട്ടു കേട്ടോ. ഞാൻ ആ ഷീറ്റിൽ തന്നെയാണ് പത്തിരി പരത്തുന്നത്. ഷീറ്റിൽ തന്നെ പത്തിരി പരത്താൻ നല്ല സുഖമാണ്. പത്തിരി പലകൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊക്കെ പരത്തി എല്ലാ പത്തിരിയും അതിൽ തന്നെ ഇട്ട് പരത്തിയെടുക്കൂട്ടോ. അതിൻ്റെ മുമ്പ് ഞാൻ പ്രസ്സിലൊന്ന് അമർത്തുവേ. ആ ഉരുള ഒന്ന് അമർത്തി വെച്ചിട്ടാണ് ഞാൻ ഈ ഷീറ്റിലിട്ട് പരത്തണം കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ്. അങ്ങനെ അതൊക്കെ പരത്തി വെച്ചിട്ട് ഞാൻ ചിക്കൻ കുക്കറിലിട്ട് വേവിക്കുക കേട്ടോ. അത് നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇട്ടേ, പിന്നെ കറിവേപ്പിലിട്ടു. അതിലേക്ക് വലിയൊരു സവാളയും ഒരു തക്കാളിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കൂട്ടോ. ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം കുക്കറിൻ്റെ ഈ ഇറച്ചിൻ്റെ ഒപ്പം വെച്ചാൽ മതി കേട്ടോ. കാരണം കുക്കറാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ അത് കുക്കർ അടുപ്പത്ത് വെച്ച് അതൊരു 6 വിസിലൊക്കെ അടിക്കൂട്ടോ. അതിൻ്റെ ഇടയിൽ തേങ്ങയ്ക്ക് വലിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില പിന്നെ ഒരു ഏലയ്ക്ക്, ഒരു ഗ്രാമ്പും ഇടും. അത് നല്ലപോലെ വറുക്കും. നല്ലോണം ചുമന്ന വറുക്കൊന്നുമില്ല, ഒരു ഹാഫ് വേവ്. അങ്ങനെ അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്ത് നല്ലപോലെ അരക്കുവേ. അങ്ങനെ അത് ഫൈനായിട്ട് അരച്ച് അതെടുത്ത് വെച്ച് ഞാൻ അപ്പോൾ ഇതിന് ചിക്കന് വേവാൻ വെച്ചതല്ലേ, അപ്പം പത്തിരി ചൂടാണ്. ചിക്കനൊക്കെ വെന്ത് ചിക്കനിക്ക് ഇനി അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളക്കാൻ വെക്കും. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നമ്മൾ തേങ്ങ അരച്ച കറിയൊക്കെ തിളക്കണ പോലെ ഒന്ന് തിളച്ചാൽ മതി. അതങ്ങനെ വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ട് അത് തൂമിച്ചെടുക്കും. അത് തൂമിച്ചാൽ പത്തിരിയും കറിയും റെഡി. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.